അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിലപ്പം ഡിസ്ചാർജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ദേശമുള്ള അമ്മയും ബാക്കി എല്ലാവരും അവിടെ തന്നെയാണുള്ളത്. നമ്മൾ രാവിലെ അങ്ങോട്ടേക്ക് പോക്കാണ്. അപ്പോൾ ഇന്ന് മിക്കവാറും വൈകുന്നേരം ഡിസ്ചാർജ് ആവും എന്നുള്ള സാഹചര്യം വിളിച്ച് പറഞ്ഞു. നമ്മൾ നാളത്തേക്കാൾ, അതായത് വീഡിയോ എല്ലാം കാണുന്നതിൽ നിങ്ങൾ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. പക്ഷേ ഇന്ന് ഡിസ്ചാർജ് ആവുന്നില്ല. ഇന്ന് 4ാമത്തെ ദിവസമാണ്. സാധാരണ 5 ദിവസം ആകുമ്പോൾ ആവില്ല. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആയിട്ടുണ്ട്, നല്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കലാണ്. അപ്പം ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ അവിടെ എത്തിയിട്ടാകുമ്പോൾ പറയാം. അപ്പോൾ ചൂട്ടാ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞ. അയ്യോ, അപ്പോൾ ഓക്കെ, എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അയ്യോ, നമ്മൾ ആദ്യം ഇവിടെ എത്തി, ഹോസ്പിറ്റലിലെത്തി. വീണ്ടും സെയിം സാധനം, ഡ്രസ്സ് മാത്രം ചെറുങ്ങനെ മാറുന്നുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെ. സെയിം റൂം, സെയിം അമ്മ, എല്ലാം സെയിം. അവളുടെ ഉള്ളിലുണ്ട്, കുട്ടിക്ക് പാൽ കൊടുക്കുന്നുണ്ട്. കൊടുത്ത് കഴിഞ്ഞിട്ട് കുട്ടി ഞാനും കണ്ടില്ല, ഒന്ന് കീരിയ പാടാ. എന്ത് ടെസ്റ്റിന്? ഇയർ ടെസ്റ്റ്. അവനെയും കൊണ്ട് ഇയർ ടെസ്റ്റിന് പോകുന്ന വല്യമ്മ. എണീക്കൊന്നുമില്ല, നല്ല ഉറക്കം. തിരിച്ചു വന്നു. ഒരു ചെവി ഇന്നലെ ചെയ്തില്ലേ? ഉറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റൂ. ഇന്നലെ പോയിട്ട് നോക്കുമ്പോൾ അപ്പാട് വാശിക്കാരി എണീച്ച് കളഞ്ഞോട്ടു. ഒരു ചെവീൻ്റെ എടുത്തിട്ട് പറഞ്ഞ് തൽക്കാലം ഒരു ചെവീൻ്റെ നോക്കിയാൽ മതി, ബാക്കി നാളാന്ന് പറഞ്ഞ്. എന്നിട്ട് ഒറ്റക്കാരച്ചൽ. എന്നിട്ട് തിരിച്ച് വന്ന് ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ ആദ്യം പോക്കാട്ടാ. ഇന്ന് ചിലപ്പം ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നും വിട്ടിട്ടില്ലെങ്കിൽ ആളെ മറ്റേ ചെവി ശരിയാവണം. ടെസ്റ്റെല്ലാം കഴിഞ്ഞു. വന്നല്ലോ വാവ. കണ്ണിൻ്റെയും ചെവിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു. എല്ലാം ഓക്കെ, ഫിറ്റ്. ചേട്ടാ, നീ അമ്മേനെ കാണാനായിട്ട് കരഞ്ഞിനാ? എന്തിനാ നീ കരഞ്ഞിനി? വന്നിട്ട് എന്തെല്ലാം വാങ്ങിയാൽ നോക്കിയാട്ടെ ചേട്ടാ. ഇതിൻ്റെ എന്നാ ഇത്? ചേട്ടി ഇതെന്നാ? വാവക്കൊന്നുമില്ല. ഇവനിവിടെ വന്നിട്ട് ഫുൾ കളിയും ചിരിയുന്നു. ഓന് നല്ല സുഖം. ടൂർ പോയ ഫീലാണല്ലേ? നീക്കോ? രണ്ടാമത്തെ കുട്ടിക്ക് ഒന്നാമത്തെ കുട്ടി അകത്തന്നെ. സാജിന്റെ രണ്ടാമത്തെ കുട്ടി ഒന്നാമത്തെ കുട്ടി ഇതുപോലെ കളിക്കും. ആ ശരിയാ. ചേട്ടാ, എന്നെ കുറിച്ചിട്ടാ പറയുന്നത്. ഉണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ഇപ്പോൾ ഏകദേശം കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് പോകാൻ ഒരു ഇഷ്ടമില്ല എന്നാ പറയുന്നത്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നിന്നാലോ. മോനെ ചേട്ടാ, വാവ ഇനി അങ്ങ് പോയിട്ട് വാവ വീട്ടിൽ വരുന്നില്ല പോലും. വാവ കുറച്ച് വലുതായിട്ട് പറ്റും, എന്നിട്ട് നമുക്ക് കളിക്കാം അല്ലേ? അല്ല ചേട്ടാ, കുറച്ച് വലുതായിട്ട് വാവ വന്നാൽ മതി. അല്ല, ഇത് നമ്മളെ ചീതുവിൻ്റെ ഒരു വലിയൊരു റോള് വരാനുണ്ട് നമ്മളെ വീഡിയോനത്. അത് റിലീസായില്ല. ഇനിയിപ്പോൾ പക്ഷേ നീയാ കെട്ടിയെന്ന് മോമൂടി ഇട്ടിട്ട് പോലും കണ്ടിട്ട് എല്ലാവരും ചിരിക്കല. അപ്പോൾ അല്ലേ യേശു, ഇനിയിപ്പോൾ കുറച്ച് വലുതായിട്ട് വരുമ്പോഴത്തേക്ക് യേശുവിന് കളിക്കാനല്ലേ ആവും അല്ലേ? ഇപ്പോൾ യേശുവിന് ഇപ്പോഴേ സൂക്ഷിക്കണം. യേശുവിൻ്റെ മാന്തലാണിപ്പോൾ ഒന്നുമില്ലപ്പാ. അതിന് ഇവിടെ നല്ലോണം കൊടുത്തോളൂ. ഇപ്പോഴത്തേക്ക് ഏകദേശം ശരിയാ. എങ്ങനെയായാലും നമ്മളെ മുഖത്തിന് റെസ്റ്റേ ഇല്ല. ഒരാൾ മാന്തി കഴിയുമ്പോ കടിക്കാള് മാന്താവും. ആ ശരിയാ. ഇപ്പൊ എച്ചൂട്ടൻ മാന്തി അടുത്തതിനെ എച്ചൂട്ടനെ മാന്തി എന്നുള്ള പരാതിയായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് സൈഡിൽ നിന്ന് എനിക്ക് ബിരിയാണി തന്നെ വേണോ?
ഡിസ്ചാർജ് എനിക്ക് എന്നാടാ നീ കുട്ടീനെ അങ്ങനെ പിടിക്കണ്ട. ഇനി അങ്ങനെ പിടിച്ചാലും ഓക്കെയാണ്. നമ്മളെന്നാ ചോറ് മേടിച്ചിട്ട് വരാം. എല്ലാവർക്കും സാധാ ചോറിനായിരിക്കും അല്ലേ? എല്ലാവരും എനിക്കെന്താണ് വേണ്ടത്? ഇവക്ക് ബിരിയാണി ഇല്ലാണ്ട് അത് നീയില്ലടി ഇപ്പോൾ സൈറ്റിൽ നിന്ന് വരെ ഷൂട്ട്. നമ്മൾ ഓണം ഷൂട്ട് ചെയ്യാൻ പോയി. ഏട്ടാ ആടതി വിളി പറയാം, ഏട്ടാ എനിക്ക് ബിരിയാണിയേ അന്നാണ് അങ്ങനെ. ഇവൻ പിന്നെ ഇന്നലെ പുലിവേഷം കിട്ടി. അത് അല്ല, ഇവൻ മുകളിലും മറച്ചിട്ട് ഒരു കാര്യമില്ല. ഇവൻ എങ്ങനെ കണ്ടാലും ഇവൻ തിരിയുന്നു. ഏട്ടാ കിടിലം പുലിയാട്ടെ ഇവല്ലേ, നല്ല ആക്റ്റീവ് പുലിയാണ്. എടാ എച്ചൂട്ടാ ഇന്നലെ ആരാ പുലി കെട്ടിയേ? തെമ്മാന്ന് പറഞ്ഞിട്ട് തുള്ളി. നമ്മളെന്തിനാ ചെയ്തോ? നമ്മളെന്തിനാ ശരിക്കും വന്നതിന്? ഓ ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തിട്ടുണ്ട്, വേഗം കഴിച്ചോ. അല്ല റെസ്റ്റ് എടുത്ത് പണിയല്ല. ആണ് ഇവരെന്തിനാണ് ശരിക്കും വന്നിന്? ബിരിയാണി തിന്നാനാ? ഇവിടെ എന്താ കഴിക്കുന്നുണ്ടോന്ന് ഒന്നും ഇതാ. എനക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വിട്ടത് തന്നെ. എടാ നീ പിന്നെ എത്ര പാസ്സായി എന്നുള്ളത് നോക്കിയിട്ടേ അല്ലേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി? ഇൻഷുറൻസ് ഫുൾ കവറേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാ മേടിക്കാൻ വേണ്ടി ഇത് 10% പാസ്സായെങ്കിൽ. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് റീലെല്ലാം എടുക്കുമ്പം അധികവും ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അവർ തിരക്ക് അങ്ങനത്തെ ഒരു സംഭവം കാണിക്കൂലേ? അതിപ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മളിപ്പോൾ റീലിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാണ്ട് നമ്മളൊരിക്കലും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ഫുഡ് കഴിക്കലോ അങ്ങനെ ലാവശ്യമായിട്ട്. അമ്മയൊന്നും ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഭക്ഷണം പോലും കഴിക്കുകയില്ല. ഞാൻ എപ്പോൾ നോക്കും. പക്ഷെ ഇത് ആടെ അമ്മേനെ കണ്ട എൻ്റെ സായിജേ എന്താ തിന്നോ അല്ല നിങ്ങൾ സത്യത്തിൽ എടിപ്പുള്ള അല്ല ഇവര് വിചാരിച്ചത് നമ്മൾ റീലില് മാത്രം ചെയ്യുന്നതാണ്. ഏത് ഇല്ല നീ ഡോർ വരുന്നത് കാണുമ്പോ സംഭവം. പക്ഷെ നമ്മളത് റീലിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഇതിൽ നിന്നാണ് നമുക്ക് ആ ഒരു കണ്ടന്റ് കിട്ടുന്നത്. യേശു നീ എന്നാ യേശു ഇനി ക്യാമറ ഓഫാക്കുന്നവരെ തിന്നൂല. കാരണം നമ്മൾ ആ ബിരിയാണി ഒക്കെ മനസ്സമാധാനത്തോടുകൂടി കഴിക്കണം. നീ തിന്നുവേ ഇല്ല. പക്ഷെ ഓള് ഹോസ്പിറ്റലിൽ നിന്ന് തിന്നല് വളരെ കുറവാണ്. ഓക്ക് സത്യം പറയുന്നല്ലേ, അവരാടെ മീൻ പൊരിച്ചതിന് അടി ചെയ്യുന്ന. അയിലുണ്ട്. ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് ബിരിയാണി അല്ലേ. രേഷ്മി ഒന്നും കഞ്ഞിയങ്ങാൻ കുടിച്ചിനാ? എന്തെങ്കിലും കൊടുത്തിനാ? ഞാനൊന്ന് വെറുതെ ഒന്ന് നോക്കട്ടെ, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നുള്ള. അവള് പാല് കൊടുക്കല. യേശു കുറച്ച് നോക്ക് ഒന്നും കൊടുക്കണേ. ഞാൻ പിന്നെ ഉച്ചക്ക് അങ്ങനെ കഴിക്കില്ല കേട്ടോ. എനിക്ക് വിശപ്പ് അങ്ങനെ ഏതെങ്കിലും ഒരു നേരം മാത്രം. എനിക്ക് രാത്രിയല്ലേ രാവിലെ, അതായത് ഒരു ദിവസത്തെ ഒരു നേരം മാത്രമേ ഞാൻ അങ്ങനെ കഴിക്കാറുള്ളൂ. 3 നേരം കഴിക്കുന്നയാളാന്ന് യേശു. എന്നാ യേശു അല്ല യേശു ഇപ്പൊ പപ്പടൊന്നും ഇല്ലേ? യേശു ആ സഞ്ചിന്ന് കൊടിയുന്നുണ്ട്. അതിലിനി ഒന്നും വീഴാനില്ലണേ. യേശു വെച്ചോട്ട് നിന്നുണ്ടാ? ബിരിയാണി നല്ല കേട്ടോ. ഞാൻ തമാശക്ക് പറഞ്ഞു തന്നിട്ടാ അവള് ബിരിയാണി നല്ല. വെള്ളം ഞാൻ വെള്ളം എടുത്തരാം. ഒരു മിനിറ്റ് വീഡിയോ ഒന്ന് എടുക്കും. എന്തായി മോനങ്ങനെ താഴെ പോയിട്ട് വരുമ്പോൾ നേരത്തെ കണ്ട റീലിൻ്റെ റിയാലിറ്റി ഞാൻ വീണ്ടും ഒന്നാമത്
അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളേതായാലും ഭക്ഷണം കഴിക്കട്ടെ. സായിജ് ഹോസ്പിറ്റലിൽ വന്നേരെ കാര്യമായിട്ടൊന്നും കഴിക്കലൊന്നുമില്ല. ഫുള്ള് മരുന്ന് മേടിക്കലും കാര്യങ്ങളിലായിട്ട് അതിന് ശേഷം കുറച്ച് ഇതാണ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കൂടുതലാണ്. ഫുഡ് കഴിക്കലും ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, കഴിക്കലില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇപ്പം നിർബന്ധിക്കുന്നുണ്ട് കുറച്ചൊന്നും കഴിക്കുന്നു. തീരെ അല്ലടാ ഓക്കിപ്പം കുത്തിരി കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റൂ. നീ ഒരു ഭർത്താവാന്നോടാ. അതല്ല ഇവള് പ്രസവിച്ച് കിടക്കുമ്പോൾ ഞാൻ ഫുഡ് പോലും കഴിക്കലുണ്ടായിട്ടില്ല ടെൻഷൻ കൊണ്ട്. നീ എന്നാ കളിക്കുന്ന നോക്കാടുന്ന വെറും പൊടിയരി കഞ്ഞി കുടിക്കുമ്പോൾ നീ ചിക്കൻ കൂട്ടി അടിക്കേ എനിക്ക് എങ്ങനെ സാധിക്കുന്നതല്ല. ഒന്ന് കൊടുക്ക്, പായസം കൂടി എടുത്ത് കൊടുക്ക്. ഇപ്പം വരുവാടാ പായസം. ഇച്ചോട്ടൊന്ന് കസേര തരും അച്ഛന് ചോറുന്നേ. എൻ്റെ പോക്കെല്ലാം കണ്ടാൽ വിജയശ്രീ ലാളിതനായിട്ട് മുഖം ഞാൻ കാണിക്കുന്നില്ല. ബില്ലടക്കാൻ പോകുന്നതിൻ്റെ ഈ ബില്ലൊന്നും വിചാരിച്ചാൽ മതിയാവും. ഡിസ്ചാർജിൻ്റെ ആ ഒരു ഓട്ടം തന്നെ അല്ലേ. ഇനി എന്താ ചെയ്യാനുള്ളത്? ബില്ലടച്ച് ഞാനൊരു ബില്ലാതനായി. അല്ല ഇനി എന്നാ മേടിക്കാനുള്ളത്? ഇനി ഓളെ മരുന്ന് വാങ്ങാൻ മേടിച്ചോ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിൽ പോയിട്ട് ബാക്കി സാധനങ്ങൾ ഏകദേശം ഇവിടെയെല്ലാം ഭയങ്കര ഇരുട്ടാണ്. ഏകദേശം നമ്മളെ എല്ലാ പരിപാടിയും ഏകദേശം ആയി അല്ലേ. ഇനി എന്നാ വേണ്ടേ? ഇങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാം. എനിക്കൊരു വിഷമം പോലെ. ഓളങ്ങ് വീട്ടിൽ പോകുന്നതിൻ്റെ വിഷമാ. എൻ്റെ മോനെ വയ്യ തന്നെ നീയും പോവാ. അത് കുറേ കാലത്തേക്ക് അങ്ങനെ വീട്ടിലൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇനി പഴയ ആൾക്കാർ വന്നിട്ട് പറയുക അങ്ങനെ ഇങ്ങനെ കുറച്ച് കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങോട്ട് പോകാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുമ്പോഴത്തേക്ക് അമ്മ പാക്കിങ് തുടങ്ങി. എന്തൊരു സന്തോഷം. ഓടിപ്പോയിട്ട് എന്നാ വേഗം എടുത്ത് നോക്കട്ടെ. അരിയാ ഫോണടി. എല്ലാവരും ഇപ്പോൾ സാധനങ്ങളിൽ എടുത്ത് നോക്കുന്ന തിരക്കിലായി. എച്ചൂട്ടിന് കുറച്ച് വിഷമം കൊണ്ട് ഇടുന്ന് ഇനി കളിക്കാൻ പറ്റില്ല എന്നല്ലേ ഉണ്ട്. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതാണ്. ഇത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇനി എന്താ പറയുക വീട് ബാഗ് പാക്കിങ്ങാണ്. ഇനി അടുത്തത് വീട് ബാഗ് പാക്കിങ് അല്ല സൈജ അല്ലേ? ഇനി വീട് ബാഗ് പാക്കിങ് അല്ലേ വരിക? മറ്റേത് ഹോസ്പിറ്റൽ ബാഗും. അപ്പോൾ ഏകദേശം നമ്മളെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. ഇതാ ബാഗെല്ലാം ഓരോ സൈഡിൽ ഇതിപ്പോൾ കൊണ്ടുവന്നതിനാക്കട്ടെ സാധനം ഉണ്ടല്ലോടാ സൈജ കൊണ്ടുപോയേ. ഇത്രക്കാര് സാധനം നമ്മൾ കൊണ്ടുവന്നിനോ? ഇവിടുന്ന് വേറെ എന്തെങ്കിലും എടുത്ത് പോകുന്നുണ്ട്. നമ്മൾ ഒന്ന് മാത്രം അധികം എടുത്ത് പോകുന്നുണ്ട് കൊണ്ടുവരുമ്പോൾ അല്ലേ. കൊണ്ടുപോകുമ്പോൾ നമ്മളെ വാവേസന ഒരാളെ മാത്രം നമ്മൾ പോകുമ്പോൾ അധികം എടുത്തിട്ട് പോകുന്നുണ്ട്. ബാക്കി സാധനങ്ങൾ എടുത്ത് വെച്ചില്ലേ സൈജ? അപ്പോൾ ഈ കൂടെ ഇതാ ഇത് നിറച്ചുണ്ടായ സാധനം തേച്ച് കാലിയായി. അപ്പോൾ നമ്മൾ വീട് ബാഗ് പാക്കിങ് അല്ലേ ഇത് അങ്ങനെ ഇടാം അല്ലേ കമ്പനിയിൽ സൈജ? വീട് ബാഗ് പാക്കിങ്. അപ്പോൾ ഏകദേശം നമ്മൾ വീട് പാക്കിങ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മളങ്ങനെ ഹോസ്പിറ്റൽ വിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോകാമെന്ന്. കുറച്ചധികം ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് അധികം ലേറ്റ് ആക്കുന്നില്ല. ഇറങ്ങാൻ നോക്കലാന്ന്. വേസ്റ്റ് കൊടുത്ത് പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാം എടുക്കുന്നുണ്ട്. എന്നാ അങ്ങനെ ഇങ്ങനെയെല്ലാം പറയും. ഞാനല്ല ഇത്ര നേരം ഇതെല്ലാം മടക്കി വെക്കാൻ കൂടിയേ എന്തെങ്കിലും സഹായിക്കും. നിങ്ങൾ കേൾക്കണം. ഇതെല്ലാം ഇപ്പോൾ പറയുന്നതായിട്ടും ഇവിടെ താഴെ കൊണ്ടുപോകും. ഓ എടാ അൻവി വരാനായാ? അൻവി വരുമ്പോ ഇങ്ങനെ കാര്യം നിങ്ങൾ അങ്ങോട്ട് നടന്നോ. ഇനി ഇവ എച്ചൂട്ടിനെ പോലെ ആയിട്ടാകുമ്പോൾ അടുത്ത ആളെങ്ങാൻ അല്ല അങ്ങനെ എങ്ങാനും ഇങ്ങോട്ടേക്ക് വരാം അല്ലേ? എച്ചൂട്ട് അല്ല പറയാ 2 മാസം കൊണ്ടാ? മാസം കൊണ്ടാ? അതല്ലപ്പാ ഈട ഈ ആശുപത്രി ഈ റൂമിലേക്കുള്ള കാര്യം പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ ഏതായാലും നമ്മൾ എച്ചോട്ടം വന്ന് ഒരേപോലെ ഇതാ. ഇപ്പോൾ എച്ചോട്ടിന് മുമ്പിൽ ഒരാൾ വരും പോക്കെ എല്ലാം എടുത്തില്ലേ? ആ യേശു റൂമിനോടൊന്ന് നോക്കുക. റൂമിന് ല്ലേ വണ്ടി ഇങ്ങോട്ടൊക്കെ എടുത്തു വരേണ്ടി വരില്ലേ? ഇനി ഉണ്ടാക്കി എടുക്കാൻ? എത്രയാടാ സാധനം ഇത്? പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ പകുതി ഉള്ളതല്ലോ സൈജ. നമുക്കതാ തോന്നുന്നു. നമുക്കതാ തോന്നുന്നു. ഇത് ഹോസ്പിറ്റൽ അടക്കം എടുത്ത് പോകുന്നുണ്ടാ?
ഇല്ല അവനെ കാണാൻ സ്കൂളിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ചിരിച്ചോണ്ട് വരുന്ന എന്റെ പോണ പേടിയല്ലേ പോവാ നമുക്ക് പോവാ അവനെനിക്ക് കണ്ടോ പോണ്ടേ നമുക്ക് അവരങ്ങ് പോക്കായി കേട്ടാ അഞ്ച് അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ഓ എച്ചൂട്ടനെ ഉറക്കുമായി പോയി വരാനായിട്ട് ഓടി വന്ന് ആ മതി അങ്ങനെ ദൂരെ കണ്ടാൽ മതി സ്കൂളിൽ നിന്ന് വന്നാണല്ലോ മതി വാ വാ വന്നാല് പോരാ അൻവി ടാറ്റ അമ്മ ഏമയോട് ചാറ്റാ പറയാം ഏമ അങ്ങ് വീട്ടിലേക്ക് പോക്കാന്നേ എന്നാ പോയിട്ട് വരാം സാർ നീ വരുന്നില്ലേ ഞാൻ വരാണ്ട് പിന്നെ കാർന്നൂർ വരണ്ട പിന്നെ ഓക്കെ എന്നാ നടന്നോ ഞാൻ മറ്റേ വണ്ടിയിൽ വരാം എൻ്റെ ആടുന്ന് കയറാം നടക്ക അങ്ങോട്ട് ഡോർ നീ തിരിച്ചിട്ട് മുമ്പിൽ വിട്ടോ ഞാൻ മുമ്പിലാണ് നിർത്തിയില്ല ഞാൻ പറയാം വിളിക്കുന്ന നീ നല്ല വാട്ടാ ബേക്കിൽ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഈ വണ്ടി ഇനി പകുതിക്ക് നമുക്ക് അവിടെ നിർത്തിയിട്ട് ഇവരെ അങ്ങോട്ടേക്ക് വിടണം എന്നിട്ട് അനക്കാ വണ്ടിയിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകണം വെച്ചൂട്ടാ വാ 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 അതങ്ങനെ അവർ വീട്ടിലേക്ക് പോയി നമ്മൾ നേരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഹനമെല്ലാം ആക്കിയിട്ട് വരാം നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്ന് വണ്ടിയിലുള്ള വലിയ പോകുന്നുണ്ട് നമ്മൾ കുറച്ച് സമയമെടുക്കും അടുത്തായതുകൊണ്ട് നമ്മൾ നല്ല പോയിട്ട് വരാം നിർത്തിയിട്ട് നമ്മൾ പോക്കാന്ന് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയതാണ് അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയല്ലേ പഴംപൊരി എത്ര 3 ചായ എല്ലാം കുടിച്ച് നമ്മൾ നല്ല വീണ്ടും ആഹാ നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാൻ പണ്ടത്തെ കല്യാണ കേസിൻ്റെ വീഡിയോ അതെല്ലാം ഇങ്ങനെയല്ലേ ഉണ്ടാവും സാധിച്ചേ ഏകദേശം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട് എത്തുന്നത് വരെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു നമ്മളിങ്ങനിടക്ക് ഇതിപ്പോൾ കാണിച്ച സത്യം കേട്ടോ പണ്ടത്തെ കല്യാണം നിങ്ങൾക്ക് അങ്ങനെ കല്യാണ കേസ്റ്റ് ഇപ്പോൾ പണ്ടത്തെ എടുത്ത് കണ്ടിട്ട് അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഉണ്ടാവും കുറേ നേരം പിടിച്ച് വെക്കും നമ്മളതുപോലെ അങ്ങോട്ടും പിടിച്ചിരുന്നാലോ വഴിയെല്ലാം കാണിച്ചു കൊടുക്കും അല്ലേ നമുക്ക് അത്ര മെമ്മറി ഇല്ല കേട്ടോ പിന്നെ കാണിച്ചാലേ എത്തി യേശുവിൻ്റെ വീട്ടിൽ നമ്മളങ്ങനെ എത്തി നമ്മളങ്ങനെ യേശുവിനെ വീട്ടിലാക്കി കുറച്ച് സമയമായിട്ട് എടുക്കുന്നത് നമ്മളങ്ങനെ ഇറങ്ങലായി കേട്ടാ അവൾക്ക് ചെറിയൊരു തലവേദന ഉണ്ടാവുകൊണ്ട് പിന്നെ കാണിക്കാത്തത് അപ്പോൾ അവർ റെസ്റ്റ് എടുക്കട്ടെ അപ്പം നമ്മൾ നല്ല വിടാം അടുത്ത വീഡിയോ കാണാം